ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന് കേരള പോലീസിൽ സ്ഥിര സംവിധാനം ഉണ്ടാക്കുമെന്ന് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന മെഗാ തൂഫാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഗവൺമെന്റ് കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ADGP, ഒരു IG, എല്ലാ കേരളത്തിലെ പോലീസിൽ 20 ജില്ലകളാണ്, 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിൽ ഡിവൈഎസ്പിമാർ, താഴെ CIമാർ, SIമാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നു. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. നിങ്ങൾക്കറിയാമല്ലോ, ആ പറഞ്ഞയാളാണ് നമ്മുടെ ഈ ദൗത്യത്തിന്റെ അംബാസഡറായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹവും തെന്നിന്ത്യൻ സിനിമയിലെ ജനനായകനായ വിജയ് ഒരുമിച്ച് കൊച്ചിയിൽ ചേർന്നുകൊണ്ട് ഈ മഹാവിപത്തിനെതിരായി വലിയ ഒരു പോരാട്ടം നടത്തുകയാണ്. 20 പോലീസ് ജില്ലകളിലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ ക്യാമ്പയിൻ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ പോലെ ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു ക്യാമ്പയിൻ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. കേരളത്തിലുടനീളം ഓപ്പറേഷൻ തൂഫാൻ സമ്മേളനങ്ങൾ, ജാഥകൾ, കലാപരിപാടികൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി വിപുലമായ പരിപാടികൾ നടന്നു വരികയാണ്. പുതിയ തലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് അമ്മമാരും സഹോദരിമാരുമാണ്. ലഹരി മാഫിയക്കെതിരെ പോലീസ് നിതാന്ത ജാഗ്രതയിലാണ്. ലഹരി മാഫിയയ്ക്ക് മുൻപിൽ കേരളം മുട്ടുമടക്കില്ല. മുൻപ് മയക്കുമരുന്ന് മാഫിയയെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. ഇപ്പോൾ ജനങ്ങളെ മാഫിയ ഭയക്കുന്ന കാലമാണ്. മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്, മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ 44 ദിവസം പിന്നിട്ടപ്പോൾ 7000 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 6500 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് വ്യാപാരം വഴിയുണ്ടാക്കിയ 15 വസ്തുവകകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടി. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ 2300 വോളണ്ടിയർമാർ ഒരു വർഷം പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുമെന്നും ലഹരി ഇല്ലാത്ത വീടുകൾ, കലാലയങ്ങൾ, സ്കൂളുകൾ, സൗഹൃദ കൂട്ടങ്ങൾ എന്നിവയാണ് ലക്ഷ്യമെന്നും MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി പെരിന്തൽമണ്ണയിൽ നടന്നുവരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ തുടർച്ചയായാണ് മെഗാ തൂഫാൻ ക്യാമ്പയിൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചതെന്നും MLA പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള തൂഫാൻ വാരിയർ ബാഡ്ജ് വിതരണവും മന്ത്രി നിർവഹിച്ചു. ലഹരി വിരുദ്ധ സിനിമ നിർമ്മിച്ച ജുനൈസ് കാപ്പിനെ മന്ത്രി ആദരിച്ചു. VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സുപ്പി, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, മോട്ടിവേഷണൽ സ്പീക്കർ രംഗീഷ് കടവത്ത്, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ മെഗാ തൂഫാന്റെ ഭാഗമായി. SS Gold, pure gold. SS Group, Nilambur.